അങ്ങനെ അത് കഴിഞ്ഞ 2 വർഷത്തെ ഉറക്കമില്ലാത്ത രാത്രികളുടെ ബൈ പ്രൊഡക്ട്സാണ് ഈ കെട്ടിപ്പൊട്ടി പെട്ടിയിലാക്കാൻ പോകുന്നത്. നാളെ എൻ്റെ DLED ലൈഫിൻ്റെ അവസാന കമ്മീഷൻ നേരിടാൻ പോകുന്ന ദിവസം. അവസാന തട്ടിക്കൂട്ടലും ഒരുക്കങ്ങളും ഒക്കെയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അതിലൊന്നും എനിക്കിപ്പോൾ റിഗ്രറ്റ് തോന്നുന്നില്ല. കാരണം നമ്മുടെ സുഭാഷ് പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടാവും, പിന്നായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ലാണ്. അങ്ങനെ ഒരു മൊമെൻറ്റിനാണ് ഇവിടെ അവസാനമായിരിക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ വാക്കുകൾ തപ്പാണ്. എനിക്ക് ഇന്നലെ ആ കമ്മീഷൻ കഴിഞ്ഞ് വന്നപ്പം മുതൽ ഉറങ്ങി തീർത്ത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശൂന്യതയും ഒരു വാക്കുകൾക്കുള്ളൊരു തിരച്ചിലും. ഇനി എന്താ ചെയ്യണ്ടേ, എഴുതാനൊന്നും ഇല്ലേ, അയ്യോ ഒന്നും ചെയ്യാനില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യവും പറച്ചിലൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. എന്തായാലും തലേദിവസം രാത്രി 4:30 വരെ ഉറക്കം നിന്ന് എല്ലാം ഫൈനൽ ചെക്ക് ചെയ്ത് ഓരോന്നും സെപ്പറേറ്റ് ആക്കി ഫയൽ ചെയ്ത് സെറ്റാക്കി ഞാൻ പോയി. അങ്ങനെ ഓട്ടോയും പിടിച്ചും ഫ്രണ്ടിൻ്റെ കാറിലൊക്കെ കയറി കോളേജിലെത്തിയപ്പോഴും ആകെ ബഹളവും തിരക്കും ടെൻഷനും ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിന്നിട്ടുള്ളത്. എന്തായാലും കമ്മീഷനെ നന്നായിട്ട് തന്നെ ഫേസ് ചെയ്യാൻ പറ്റും. ക്ലാസ് എടുക്കേണ്ടി വന്നില്ല, അതിനൊരു വലിയ നന്ദി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കമ്മീഷൻ്റെ നല്ല വാക്കും കേട്ട് കൊണ്ടുപോയതൊക്കെ അതേപോലെ തിരിച്ചുകൊണ്ടുവന്നു. തൂക്കി വിറ്റ് മന്തി തിന്നണമെന്നാണ് ആഗ്രഹം, പക്ഷേ കളയാൻ തോന്നുന്നില്ല. കാണുമ്പോൾ ആ അധ്വാനമെല്ലാം ഇങ്ങനെ ഓർമ്മ വരും. കുറച്ച് ദിവസം ഇങ്ങനെ നോക്കിയിരിക്കാം. തിരിച്ചു വരുമ്പം എന്തായാലും നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മനസ്സിലുള്ള ഭയവും ആശങ്കയൊക്കെ പെയ്തൊഴിഞ്ഞതുപോലെ ആകാശവും ഇങ്ങനെ പെയ്തൊഴിഞ്ഞു. അങ്ങനെ DLED ലൈഫ് കഴിഞ്ഞു. ഇനി നേരിടാനുള്ളത് ഒരു സെമസ്റ്റർ എക്സാമാണ്. അതും ഇതുപോലെ തീർന്നു പോവുമായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. ഭാരങ്ങളില്ലാതെ ഭാവാർദ്രമാ